പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതേണ്ട. ക്ഷമയോളം വലിയൊരു വിശ്വാസവും മൗനത്തോളം വലിയൊരു ആയുധവും എന്നിൽ നിന്നും അവശേഷിക്കുന്നത് കൊണ്ട് മാത്രം ഞാനായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ലെറ്റ്സ് മേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ക്വയറ്റായാൽ അവർ അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുമെന്നാണ്. അതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ അവർ നിങ്ങളെ വാല്യൂ ചെയ്യുമെന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്താലോ അവർ ബെറ്ററായി മാറുമെന്നുമാണ്. നിങ്ങൾ അവരെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരോട് കോംപ്രമൈസ് ചെയ്യുന്നു, ഓരോ കാര്യവും നിങ്ങൾ മെച്യൂറായി അവരോട് പെരുമാറുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നത് അവർ മാറുമെന്നാണ്. എന്നാൽ അവർ ഒരിക്കലും മാറാൻ ശ്രമിക്കില്ല. പിന്നെന്തിന് നിങ്ങൾ അവർക്ക് വേണ്ടി മാറണം? നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? 1. അവർ നിങ്ങളെ എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തും. എന്നാൽ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. 2. അവരുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു വാല്യൂം ഉണ്ടാവില്ല. 3. ഈവൻ ചെറിയ കാര്യത്തിന് പോലും അവർ നിങ്ങളോട് അഗ്രസീവായി റിയാക്ട് ചെയ്യും. മെൻ്റലി ഫിസിക്കലി നിങ്ങളെ ഒരുപാട് ഹറാസ് ചെയ്യും. 4. ഒരു ദിവസം നിങ്ങളോട് ഒരുപാട് സ്നേഹമായിരിക്കും, എന്നാൽ അടുത്ത ദിവസം തന്നെ നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കും. 5. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ ക്ലോസ് സർക്കിളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തും. 6. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന നിലയിൽ നിങ്ങളെ എത്തിക്കും. 7. നിങ്ങളുടെ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങളെ നെഗറ്റീവാക്കി മാറ്റും. 8. അവരെ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നും ഇല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുമെന്നും പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തി കൺട്രോളിൽ വയ്ക്കും. 9. നിങ്ങൾ സെൻസിറ്റീവ് ആണ് എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കും. 10. നിങ്ങളുടെ കൈൻഡ്നെസ് മനസ്സിലാക്കി നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് അവരുടെ ആയുധമാക്കി മാറ്റും. ടോക്സിക് റിലേഷൻഷിപ്പിൽ എപ്പോഴും കാണുന്നത് ഒരാൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ശരിക്കും നമുക്ക് ഒരാളെ കംപ്ലീറ്റായി ഹാപ്പിയാക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹവും നിങ്ങളുടെ വാല്യൂവും റെസ്പെക്റ്റുമാണ് അവിടെ ഇല്ലാതാവുന്നത്. എത്രമാത്രം നിങ്ങളുടെ പാർട്ട്ണർ ടോക്സിക്കായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾക്ക് അവരെ വിട്ട് പോവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ടോക്സിക് പാർട്ട്ണറിൻ്റെ കൂടെയാണെന്ന് തിരിച്ചറിയാനേ കഴിയില്ല. നിങ്ങളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്നു, നിങ്ങളോട് റൂഡായി പെരുമാറുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടല്ല, നിങ്ങളോട് അവർ സ്ട്രോങ് ആണെന്ന് കാണിക്കുകയാണ്. അതായത് നിങ്ങളോട് അവർ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ വീക്കാണ്. അവരുടെ ഉള്ളിലെ എംപ്റ്റിനെസ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അവരെ അവർക്ക് തന്നെ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് അവർ മറ്റുള്ളവരുടെ കുറവുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ മാറേണ്ടത് നിങ്ങളല്ല, അവരാണ്. അവർ മാറാൻ തയ്യാറല്ലെങ്കിൽ അവരുമായി വലിയ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് സൈലൻ്റായി തന്നെ മുന്നോട്ട് പോവുക. അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരുമായി ബൗണ്ടറി സെറ്റ് ചെയ്യണം. പല ഭാര്യമാരും ഭർത്താവിനെ ഇട്ടെറിഞ്ഞു പോകാത്തത് പേടിച്ചിട്ടല്ല, ഇറങ്ങിപ്പോകണമെന്ന് ചിന്തിച്ചാലും കയറി ചെല്ലുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ വിഷമിക്കുമെന്ന് ആലോചിച്ചിട്ടാണ്. അതുപോലെ കുടുംബത്തിന് ഭാരമാകുമേ എന്ന ഭയം കൊണ്ടാണ്. അവളെ നിനക്ക് തന്നത് അവളെ ഭരിക്കാനല്ല, അവളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാനാണ്. പാർട്ട്ണർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം തന്നെ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരേക്കാൾ വലുത് നിങ്ങൾ മാത്രമാണ് എന്നാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും നിങ്ങൾ റെഡിയായാൽ ആയിരക്കണക്കിന് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഒരിക്കലും ഈ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ജീവിതം തന്നെ നശിപ്പിക്കരുത്. കാരണം ജീവിതം അത്രയ്ക്കും സൂപ്പറാണ്. വേദനിക്കാൻ ഒരു ചെറിയ കാര്യമേ ഉള്ളൂ, എന്നാൽ സന്തോഷിക്കാൻ
ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റിലും. ഒരു കഥ പറയാം. ഒരു ദിവസം വയസ്സായിട്ടുള്ള വ്യക്തി ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നു. ലോകം ചുറ്റാനായി പോകുന്ന കുറച്ച് ബൈക്കേഴ്സ് ആ വഴി വന്ന് ആ ചായക്കടയിൽ കയറി. എന്നിട്ട് നേരെ ആ വൃദ്ധൻ്റെ അരികിൽ ചെന്നിരുന്നു. അവരുടെ സമയം ചിലവഴിക്കാനായി അവർ ആ വൃദ്ധനെ പ്രകോപിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കാനും ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം തിരിച്ചൊന്നും തന്നെ റിയാക്ട് ചെയ്തില്ല. ആ കടയിലെ മറ്റാളുകളെല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ആ വൃദ്ധൻ തനിക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ മിണ്ടാതെയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം ബിൽ പേ ചെയ്ത് ചായക്കടയുടെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഭൂമി കീഴടക്കിയ സന്തോഷമായിരുന്നു അവിടെ ബൈക്കേഴ്സിനുണ്ടായിരുന്നത്. പുറത്തിറങ്ങിയ വൃദ്ധൻ പതുക്കെ അവരുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് ബൈക്കിലെ എല്ലാ കീകളും എടുത്ത് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. എല്ലാ മോശം സാഹചര്യത്തിലും നിങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രകോപനത്തിലൂടെയല്ലാതെ സൈലൻ്റായി തന്നെ പ്രതികരിക്കണം, ടോളറേറ്റ് ചെയ്യണം. അതൊരിക്കലും ഈഗോ ആയിട്ടോ റിവെഞ്ച് ആയിട്ടോ അല്ല, ജസ്റ്റ് വിത്ത് ക്ലാരിറ്റി ഓഫ് ആക്ഷൻ. നിങ്ങളുടെ സക്സസ് ആയിരിക്കണം അവിടെ വോയിസ് ആയി കേൾക്കേണ്ടത്. ഹൗ ടു സ്റ്റേ ഓർ ഓവർകം വിത്തിൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ ആണെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. 1. സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് ലവ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അത് നിങ്ങൾ തന്നെ ആയിരിക്കണം. 2. ബി സൈലൻറ്റ് ആൻഡ് ഡോണ്ട് റെസ്പോണ്ട്. ഓരോ കാര്യത്തിനും ഒരുപാട് ആളുകൾ നിങ്ങളെ പിന്തിരിപ്പിക്കാനുണ്ടാകും. എന്നാൽ അവരോടൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ഓരോ സ്റ്റെപ്പും സൈലൻ്റായി തന്നെ മുന്നോട്ട് വയ്ക്കണം. ഡോണ്ട് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദം ടു എനിവൺ. നിങ്ങളുടെ പാർട്ട്ണറുമായുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും ഒരാളോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം കേൾക്കുന്നയാൾ മുന്നിൽ നിന്ന് നിങ്ങളെ സമാധാനിപ്പിക്കുകയും പിന്നിൽ നിന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യും. 4. മെഡിറ്റേഷൻ. നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ് ആവാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളിലെ നെഗറ്റിവിറ്റി എല്ലാം മാറ്റി ബി ഫോക്കസ് ആയിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. എപ്പോഴും നിങ്ങൾക്ക് ചുറ്റിലും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. 5. സ്റ്റഡി എ ന്യൂ സ്കിൽ ആൻഡ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. നിങ്ങൾ ഓരോരുത്തരും ഒരു ചെറിയ സ്കില്ലെങ്കിലും പഠിച്ചിരിക്കണം. ആ സ്കില്ലിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ആരുടെ മുന്നിലും കൈനീട്ടാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. ഡോണ്ട് അവൈലബിൾ ടു എനിവൺ, ജസ്റ്റ് അവൈലബിൾ ഫോർ യുവർ സെൽഫ്. താങ്ക് യു.